LDF സർക്കാരിന്റെ കാലത്ത് ഇടുക്കിയിൽ നടത്തിയ ഹിൽ ഹൈവേ റണ്ണിനായി ധൂർത്തടിച്ചത് 91.35 ലക്ഷം രൂപ. കുട്ടിക്കാനം മുതൽ ചാപ്പാത്ത് വരെ നടത്തിയ കൂട്ടയോട്ടത്തിനാണ് ഇത്രയും പണം ചെലവഴിച്ചത്. സിനിമാ താരം മിലിന്ദ് സോമൻ കൂട്ടയോട്ടത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും പ്രതിഫലം വാങ്ങിയിരുന്നില്ല. വിവരങ്ങളുമായി സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, മറ്റൊരു ധൂർത്തിന്റെ കണക്കുകൂടി പുറത്തുവരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ഈ മലയോര ഹൈവേയുടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഹിൽ ഹൈവേ റൺ എന്ന പേരിലുള്ള പരിപാടി LDF സർക്കാർ സംഘടിപ്പിച്ചത്. ഒരു പ്രത്യേക കമ്പനിയാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ പരിപാടി നടത്തിയിരുന്നത്. പ്രശസ്ത സിനിമാ താരവും അതോടൊപ്പം തന്നെ ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സോമൻ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ഈ പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏകദേശം 91,35,000 രൂപ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ മിലിന്ദ് സോമന് ആദ്യഘട്ടത്തിൽ പണം നൽകി എന്നുള്ളൊരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ വിവരാവകാശ രേഖകൾ പുറത്തു വന്നപ്പോൾ ഈ മിലിന്ദ് സോമൻ പൈസയൊന്നും വാങ്ങാതെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം വാങ്ങാതെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മറ്റൊരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മിലിന്ദ് സോമന് പണം നൽകിയതായി രേഖകളിൽ നൽകിയിട്ടുമില്ല. പിന്നെ ഏത് തരത്തിലാണ് എത്രത്തോളം തുക ചിലവായത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. പ്രധാനമായും 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഓട്ടം, ഒരു കൂട്ടയോട്ടം, ആ ഓട്ടത്തിന് ഇത്രത്തോളം തുക എങ്ങനെ ചെലവായി എന്നൊരു ചോദ്യം എന്തായാലും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും LDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത്. യെസ്, വ്യക്തമാണ്. LDF സർക്കാരിന്റെ ധൂർത്തിന്റെ ഒരു ചിത്രം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുബിനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.